ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു നോർമൽ വർക്കിംഗ് ഡേ വ്ളോഗ് എടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് എനിക്കൊന്നുമില്ല എടുക്കാനായിട്ട്, എങ്കിലും എൻ്റെ ഒരു നോർമൽ ഡേ എങ്ങനെയാണെന്ന് കുറച്ചൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് ഈവനിങ് ഷിഫ്റ്റ് ഉള്ളൊരു ഡേ ആണ്, അതുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ സമയം കിട്ടിയത് കേട്ടോ. മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ പിന്നെ പറയണ്ട, എല്ലാവരും പോലെ തന്നെ പോകുന്നതിനൊരു 10-15 മുമ്പ് എണീക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പോകുന്നു, അത്ര തന്നെ. എനിക്ക് ടോട്ടലി 2 ഷിഫ്റ്റ്സ് ആണുള്ളത്, മോർണിംഗ് ആൻഡ് ഈവനിങ്. മോർണിംഗ് ഡ്യൂട്ടി 9 to 5 ആണ് വരുന്നത്, ഈവനിങ് ഡ്യൂട്ടി 12 to 8. ഇന്ന് എനിക്ക് 12 മണി തൊട്ടിട്ട് 8 മണി വരെയാണ്. അതുകൊണ്ട് ഒരു 11:20 തൊട്ട് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, എൻ്റെ വണ്ടി വരാം. അപ്പോൾ അതിന് മുമ്പ് റെഡി ആയിട്ടൊക്കെ ഇരിക്കണം. ഈവനിങ് ഡ്യൂട്ടി ഉള്ള ഡേ ലേറ്റായിട്ട് എണീറ്റാൽ മതി എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും എൻ്റെ കാര്യത്തിൽ നടക്കില്ല കേട്ടോ. കൂപ്പർ ഉള്ളതുകൊണ്ട് അവൻ ഒട്ടും സമ്മതിക്കില്ല. ഒരു 7:30, 8 o'clock ഉള്ളിൽ അവൻ എണീക്കും. അവന് വിശന്നിട്ടാണ് അവൻ എണീക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ കുരയ്ക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യും. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് എണീക്കും. അതുകൊണ്ട് എനിക്ക് അലാം വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനൊരു 7:30, 8 o'clock ഉള്ളിൽ തന്നെ അവൻ എണീക്കുന്ന പോലെ തന്നെ എണീക്കും. അവന് ഫുഡ് കൊടുക്കും. അതിന് ശേഷമാണ് ഞാൻ പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. പ്രത്യേകിച്ചൊന്നുമില്ല. ലഞ്ചൊക്കെ ഓൾറെഡി തലേ ദിവസം തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ, 2 പേർക്കുള്ളത്. കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ഞാൻ മോർണിംഗ് എണീറ്റ് ചെയ്തിരുന്നത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ 2 പേരും ഡ്യൂട്ടിക്ക് പോകുന്ന കാര്യം അതൊന്നും പോസിബിൾ അല്ല. എനിക്ക് രാവിലെ അത്രയും നേരത്തെ എണീക്കാനൊന്നും പറ്റില്ല. എനിക്ക് കുറച്ച് ഉറക്കമൊക്കെ വേണം, നിർബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം എല്ലാം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ പാക്ക് ചെയ്ത് വയ്ക്കും. മോർണിംഗ് ആകുമ്പോൾ ഹസ്ബൻഡ് അതെടുത്ത് പാക്ക് ചെയ്ത് പോകും. ഞാൻ എണീക്കുമ്പോൾ എന്നെയും പാക്ക് ചെയ്ത് വെക്കും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂപ്പറിൻ്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യും കേട്ടോ. അതിനൊക്കെയുള്ള ടൈം ഉണ്ടായിരിക്കും അത്രയും നേരത്തെ എണീക്കുന്നത് കൊണ്ട്. ഒരു 11:30 to 12 o'clock ഉള്ളിൽ കാറ് വരുള്ളൂ. 2 പേർക്കും യൂണിഫോം ആയതുകൊണ്ട് തലേ ദിവസം അയണിങ് ഒക്കെ കഴിയുന്നതാണ്. പക്ഷേ ഇന്നലെ എന്തോ നേരം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിച്ച് ഫ്രഷായി ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആവുകയാണ്. ഒരുപാട് വ്ളോഗ്സിലൊക്കെ കാണാം ഈ പുറത്ത് പോകുമ്പോഴും അതുപോലെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ അതിനനുസരിച്ചുള്ള സ്കിൻ കെയേഴ്സും ബ്യൂട്ടി വ്ളോഗ്സൊക്കെ ഇടുന്നത്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ അറിയില്ല. എനിക്ക് ആകെ കൂടെ ചെയ്യാൻ അറിയുന്നത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇടുക, പോവുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഓഫീസിൽ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വരണമെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ചൂടും ഇപ്പോൾ കുറച്ച് കൂടുതലാണല്ലോ, അതുകൊണ്ട് സൺസ്ക്രീൻ ഒഴിവാക്കാണ്ട് നോക്കാറുണ്ട് കേട്ടോ മാക്സിമം. ആക്ച്വലി ബ്ലെൻഡറും ബ്രഷൊന്നും വെച്ച് യൂസ് ചെയ്യാനായിട്ട് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഏറ്റവും കംഫർട്ട് എൻ്റെ കൈ തന്നെയാണ്. ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അത് പരട്ടാറ്. കാരണം എനിക്ക് ബാക്കിയുള്ളതൊന്നും വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും കംഫർട്ട് ഫീൽ ചെയ്യാറില്ല. ഒന്നാമത് അറിയില്ല, അത് വേറെ കാര്യം. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഒഴിവാക്കാതെ കീപ്പ് ചെയ്യുന്ന ഒരു കാര്യം ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക്. കൂടുതൽ എൻ്റെ കയ്യിൽ ന്യൂഡ് ഷെയ്ഡ്സ് ആണ്. ബ്രാൻഡഡ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ബ്രാൻഡഡ് ഒന്നല്ല. പക്ഷേ എനിക്ക് കംഫർട്ടായ കളർ ഏതാണോ അത് ഞാൻ യൂസ് ചെയ്യും. ഇതിപ്പോൾ കുറച്ച് മേക്കപ്പിൻ്റെ കാര്യത്തിൽ മാത്രം ടെൻഷൻ അടിച്ചാൽ മതി. അത് എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നേ, അതൊക്കെ എങ്ങനെയെങ്കിലും സെറ്റായി കിട്ടും. പക്ഷേ ഡ്രസ്സ് യൂണിഫോമായി തന്നെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും യൂണിഫോം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ നാട്ടിൽ ജോലിക്ക് പോയിരുന്നത് ഓർക്കാണ്. എന്നും കളർ ഡ്രസ്സാണ്. എന്നും ടെൻഷനാണ് രാവിലെ എണീക്കുമ്പോൾ. ഈ ടോപ്പിന് ഇപ്പോൾ ഏത് പാൻറ്റ് മാച്ചാവും, ഈ ടോപ്പിന് ഇപ്പോൾ ഏത് ഷോള് മാച്ചാവും, ഇതിനത് ശരിയാവോ, അതിനത് ശരിയാവോ, ഈ ഹെയർ സ്റ്റൈൽ ഓക്കെയാണോ. കൂടുതലും കളർ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ അപ്പിയറൻസസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് തോന്നുന്നത് കേട്ടോ. യൂണിഫോം ആകുമ്പോൾ ടെൻഷനൊന്നുമില്ല. സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു, വേറെ പ്രത്യേകിച്ച് ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഒരു ഫീലിംഗ് തന്നെയാണ് ഇവിടെ യൂണിഫോം ഇട്ടിട്ട് ജോലിക്ക് പോകുമ്പോഴും എനിക്ക് തോന്നാറ് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. വേറെ ടെൻഷനുകളില്ല. ആവശ്യത്തിൽ കൂടുതൽ ഓരോരോ കാര്യങ്ങൾക്ക് ടെൻഷൻസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ഇതും കൂടി എന്തിനെടുത്ത് വയ്ക്കുന്നത്. ഈ 90s കിഡ്സിൽ ഇപ്പോൾ എബ്രോഡ് വന്ന് ജോലി എടുക്കുന്നവരുണ്ടല്ലോ, അവർക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട് നാട്ടിൽ ജോലി ചെയ്തിരുന്ന കാലം. എന്നെ സംബന്ധിച്ച് എനിക്ക് നാട്ടിൽ ജോലി ചെയ്തിരുന്ന കാലം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ ബസ്സിലൊക്കെയാണ് പോയിരുന്നത് ഡ്യൂട്ടിക്ക്. പക്ഷേ ഭയങ്കര രസമായിരുന്നു. ഒരു ലൈവായിരുന്നു ലൈഫ് നമ്മുടെ. ഇവിടെ വന്നപ്പോൾ എക്സാക്റ്റ് ഒരു ഡെയിലി റുട്ടീൻ റൊബോട്ടിക് ലൈഫായ പോലൊരു തോന്നൽ. രാവിലെ എണീക്കുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, നമുക്ക് നമ്മുടെ ഒരു വീക്കെൻഡ് വരണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഡെയിലി ആയാലും നമുക്ക് അപ്പുറത്തിപ്പുറത്തുള്ളവരൊക്കെ കാണാം, ഫ്രണ്ട്സൊക്കെ വരും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോവാം, റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോവാം. ഒരു വൈബ് തന്നെയായിരുന്നു അല്ലേ. അതൊക്കെ കുറേ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ വന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് ഇപ്പോഴാണ് അമ്മമാരെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും അവരുടെ വില മനസ്സിലാവുന്നതും. ഇപ്പോൾ അവർ ചെയ്യുന്ന എക്സാക്റ്റ് റോളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്യൂട്ടിക്ക് പോയി വന്നാലും കിച്ചണിൽ കയറുന്നു, പണികളൊക്കെ ചെയ്യുന്നു. പണ്ട് എന്ത് സുഖമായിരുന്നു അല്ലേ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും നമുക്കിങ്ങനെ ഇരിക്കാം. ഇപ്പോൾ ടൈം 11:20. എൻ്റെ ഡ്രൈവർ വിളിച്ചായിരുന്നു താഴെ വരാൻ പറഞ്ഞിട്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് എപ്പോഴും കൂപ്പറിനോട് ബൈ ഒക്കെ പറയൂട്ടാ. അവനറിയാം യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടിക്കാണ് പോകുന്നതെന്ന്. പിന്നെ നമുക്ക് മുഖം തരികയില്ല. അങ്ങനെ ഓഫീസെത്തി പഞ്ചിങ് ചെയ്ത് കയറി കേട്ടോ. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്ക്. എല്ലാവരും എത്തിയിട്ടുണ്ട്.
പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈവനിങ് ആയപ്പോഴത്തേനും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. 4 ദിവസം പെരുന്നാളിൻ്റെ മുടക്കിന് വീട്ടിലിരുന്ന് വന്നിട്ട് ആ ഫ്ലോ അങ്ങോട്ട് കിട്ടുന്നില്ലെന്നേ. ഇനി ഓരോരുത്തരോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാൾ വിശേഷങ്ങളൊക്കെ. ഹായ് ആൻസി, എന്തോ പറ്റി ആൻസിയെ? ഡ്യൂട്ടിയിലാണോ കുട്ടി? തൊട്ട് ഡ്യൂട്ടി, ഭയങ്കര മടി ജോലി. ഇന്ന് മുടക്കാണ്. ഹേ, നമുക്ക് മാത്രമല്ലേ ഓപ്പണുള്ളൂ. അപ്പൊ റെസ്റ്റ് എടുത്തോ? ഇന്നും കൂടി ഹോളിഡേ ആണ്. ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം. അങ്ങനെ അധികം തിരക്കൊന്നുമില്ലാത്ത കാരണം 12 മണിക്ക് ഡ്യൂട്ടിക്ക് കയറി 1 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ഓർമ്മ വരുന്നില്ലേ? എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്ന് കറികളൊക്കെ ഷെയർ ചെയ്ത് അത് കഴിക്കുന്നതിൻ്റെ സുഖമൊന്നും വേറെ തന്നെയല്ലേ. അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പേഷ്യൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബിസി ആയിപ്പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തലവേദന എടുത്തു. സാധാരണ എന്നും കോഫി കുടിക്കുന്ന പതിവൊന്നുമില്ല, പക്ഷെ തലവേദന എടുത്തതുകൊണ്ട് ഒരു കോഫി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെടുത്ത് വന്നുകൊണ്ട് ഇരുന്ന് കുടിക്കുകയാണ്. അപ്പോഴാണ് കിച്ചണിൽ നിന്നൊരു വിളി വന്നത്. Ako lang, I'm the only one here. From Philippines. She's from Mars. പിന്നെ ഇവിടെ വന്നൊരു പ്രത്യേകത, ഒരുപാട് രാജ്യത്തുള്ളവരായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ. ബൈ 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 ബൈ. അങ്ങനെ ഈവനിങ് ആയി, നമ്മുടെ ഡ്യൂട്ടി ടൈമിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഒരാളിപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും കേട്ടോ. ഡോർ തുറന്ന വഴിക്ക് തന്നെ ഒരാൾ ഓടി വരുവേ. നമ്മളെ ആകെ കൂടെ കാണുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയമുള്ളെങ്കിലും അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചാൽ എനിക്കും ഒരു സമാധാനം, അവനൊരു സമാധാനം. ഞാൻ വന്ന് കയറിയപ്പോഴേ ഹസ്ബൻഡ് നല്ല പണിയിലായിരുന്നു. ആൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാനും ഫിഷിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ആളാണ് കേട്ടോ ചെയ്യുക. ഒന്ന് വീഡിയോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞതിനാണ് വീഡിയോയിൽ നോക്കാതെ മാത്രം നടക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു നൈറ്റ് വാക്കിന് ഇറങ്ങി. കൂപ്പറിനെയും കൊണ്ട് പോകുന്നതാണ്, വേറെ ഒന്നുമല്ല. അവിടെ ഒരു പാർക്കുണ്ട്, അവിടെ പോയിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഒന്ന് റിലാക്സായി. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു രാത്രി. ലീവ് കഴിഞ്ഞ് മടി പിടിച്ചിട്ടാണ് എണീറ്റതെങ്കിലും ഇന്ന് എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു.